അതെ, നമ്മുടെ ടൗണിലെ ഷോപ്പിംഗ് മാളില്ലേ, അതിന്റെ ഒരു കച്ചവടം സംസാരിക്കാൻ പറ്റിയാണ് 11 മണിക്ക്. എവിടേക്കാണെന്ന് നീ അറിയണ എന്തിനാണ്? ഞാനൊരു കച്ചവടത്തിന് പോണല്ലേ. പിന്നെ ഞാൻ അറിയണ്ടേ എവിടെ പോവാന്ന്? നീയാണ് ഷോപ്പിംഗ് മാൾ മേടിക്കാൻ പോണത്. ഞാനല്ല, എന്നാലും അറിയണ്ടേ. അറിയൊന്നും വേണ്ട. അവിടെ എവിടെയും പോയി വായി നോക്കി നിൽക്കരുത്, വേഗം വരണം, സാധനം മേടിക്കാനുണ്ട്. എടി ജെസ്സി, ഇത് കോടിക്കണക്കിന് രൂപയുടെ ഡീലാണ്. അവരോട് ഇരുന്ന് സംസാരിച്ച് അവരായി വീഴ്ത്തി കഴിഞ്ഞാലേ നമ്മുടെ കാര്യം നടക്കുള്ളൂ. അതിന്റെ ഇടയിൽ എന്നോട് ഭാര്യ പറഞ്ഞേക്കണ സാധനങ്ങൾ മേടിക്കാണ്ട് ഞാനിപ്പോ വരാന്ന് പറയൂ. എന്ന് വെച്ചിട്ട് വീട്ടിൽ സാധനം മേടിക്കണ്ടേ? മേടിക്കാന്ന് ഞാൻ പോയിട്ട് നിന്നോട് 100 വട്ടം പറയാണ്ട് ഞാനൊരു കാര്യത്തിന് മുമ്പ് പുറകെ കിടന്ന് വിളിച്ച് വർത്താനം പറയരുതെന്ന് കേട്ടാ. അത് ദേഷ്യപ്പെടുന്ന എന്തിന്? പിന്നെ അവിടെ ഈ മുണ്ട് മര്യാദക്ക് കൊടുത്തിട്ട് പോതാ, ഇവിടെ എങ്ങോട്ട് തള്ളിയിരിക്കുന്നു. മുണ്ട് കറക്കാണല്ലോ, മര്യാദക്ക് കൊടുക്കാനും അറിയില്ല. ഇത് എന്തോ എവിടേക്ക് നോക്കണേ, ഇതിന് കുഴപ്പമൊന്നുമില്ല. എന്താ വൃത്തിയായിട്ട് തന്നെ പോണത്. കണക്കിന് അണ്ടറിന് പോക്കറ്റ് വെക്കേണ്ടി വരും. മര്യാദക്ക് പോട്ടേന്ന് വെച്ചിട്ട് പറഞ്ഞു കൊടുത്തപ്പോ അതും കുറ്റം. അയ്യോ, എന്റെ തല പൊളിയാണല്ലോ തമ്പുരാനെ. അയ്യോ, ഇതെന്ത് തലവേദന. ഞാൻ തലവേദന ഇട്ട് പൊളഞ്ഞു നിൽക്കുന്ന സമയത്താണ് നീ മൊബൈലിൽ കുത്തി കളിച്ചോണ്ടിരിക്കണത്. അയ്യോ, നിങ്ങളെ തലവേദനയ്ക്ക് പറ്റിയ മരുന്നുണ്ടോ നോക്കല്ലേ. കിട്ടി കിട്ടി. വാസുട്ടേട്ടാ, ഇത്തിരി തിപ്പല്ലിയും ചെറുതേനും കൂടെ ചാലിച്ച് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മുടെ നെറ്റിയില് മൂക്കിന്റെ പാട്ടിലൊക്കെ തേച്ചാൽ ഈ തലവേദന മാറുന്നാ പറഞ്ഞേ. എന്നാ പോയി എടുത്തിട്ട് മതി. അതൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇല്ലാത്ത കാര്യം പറയാൻ നിൽക്കണത് എന്തിനാടി നീ? പിന്നെ നിങ്ങളെ തലവേദന മാറണ്ടേ? അല്ല, ഇതെന്താ ഇത്ര പെട്ടെന്നൊരു തലവേദന? എന്താ എനിക്ക് അറിയില്ല. രാവിലെ പോകുമ്പോ ഇല്ലായിരുന്നല്ലോ. ഇല്ല, രാവുമ്പോ പോകുമ്പോ ഉണ്ടായില്ല. വെയിലും ഉണ്ടോ? വെയിൽ എന്താ, ഞാൻ വെയിൽ കൊള്ളത്താളാണ്. പിന്നെ എങ്ങനെ തലവേദന വന്ന്? എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. എന്നാ പിന്നെ നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാലോ? നിന്റെ കയ്യില് പൈസ ഉണ്ടാ? ഇല്ല. പിന്നെ അപ്പൊ എന്ത് നിങ്ങളെ തലവേദന മാറണ്ടേ? നിന്റെ അടുത്ത് ഒന്നുമില്ല, പിന്നെ എന്താണ് നീ അത് ചെയ്തോടെ ഇത് ചെയ്തോടെ ചോദിച്ചിരുന്ന കാര്യം? എന്നാ പിന്നെ ഞാൻ പരീക്കേന്റെ അടുത്ത് പോയി തലവേദനയ്ക്ക് പറ്റിയ മരുന്ന് എന്തെങ്കിലും ഉണ്ടോ? നീ എവിടേക്കും പടം മുണ്ടാണ്ട് അവിടെ നിന്നാ മതി. ഞാൻ മരുന്ന് കഴിക്കാതെ ഗുളിക കഴിച്ചിട്ട് അത് അലർജി ആവും. നിനക്ക് ശരിക്കും തലവേദന ഉണ്ടാ? പിന്നെ തലവേദന എനിക്ക്. ഞാനിപ്പോ അതെ, ഇത് മാറണ കുറെ ഒറ്റ മരുന്നേ ഉള്ളൂ. ഈ ഒരു കാര്യം ചെയ്യ്, പോയിട്ടേ തണുത്ത വെള്ളം എടുത്തിട്ട് വാ. തണുത്ത വെള്ളം? 2 ഗ്ലാസ് കൊടുത്തോ. 2 ഗ്ലാസ് എന്തിനാ? 2 ഗ്ലാസ് മതി. ഒന്ന് മതി. ഒരു ഗ്ലാസ് ലേശം വെള്ളം എടുക്ക്. അയ്യോ, ഹാവോ, തലവേദനിച്ചിട്ട് വയ്യേ. എന്താണ് രാവിലെ തന്നെ ഇവിടെ ഉണ്ടായാ? പോയില്ലേ? ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഞാനേ വാസൂട്ടിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നാണ്. ശരിച്ചു വണ്ടി മാറ്റിയോ? ഇല്ല, ഇത് കച്ചവടത്തിന് കിട്ടിയ വണ്ടിയാണ്. ഇന്ന് കൊടുക്കും അത്. അതെ, അത് ശരി. ഞാൻ ഇന്ന് കണ്ടിട്ട് വരാം. എന്താ അത്യാവശ്യം? ഇല്ല, ഒന്നാമത് വിളിച്ചിട്ടുണ്ടായി, ഒന്ന് എന്തോ കാണണമെന്ന്. എന്നാ കയറിട്ട് പാടോ? ഇല്ല, ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വരാം. എന്നാ ഞാനും വരാം. വേണ്ട, പരിക്ക് നനച്ചോ. ഞാൻ ദേവന്നി 2 മിനിറ്റ് എന്താന്നോ നോക്കട്ടെ. വാസൂട്ടി, വയ്യായ്ക കൂടിയോ? അയ്യോ, അമ്മേ. വെള്ളം കുടിക്കത്തില്ല. അമ്മ എവിടെയാണ്? അമ്മ ഇവിടെ ഇല്ലല്ലോ. തൽക്കാലം വെള്ളം കുടിക്കേ. വാസൂട്ടി, എവിടെ? ആരത്? ഞാനാ, ജോസാണ്. ജോസൂട്ടിയാണ്. അകത്തിരിക്കേ. ആണോ? വയ്യ. നീ എന്ത് പണിയാ കാണിച്ച? പോകാന്ന് പറഞ്ഞിട്ട് ഞാനവിടെ കാത്തിരിക്കല്ലേ. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയതല്ലേ. ഞാൻ ഇവിടുന്ന് രാവിലെ തന്നെ ഇറങ്ങി. പിന്നെ ആ മരത്തിന്റെ കാര്യങ്ങളൊക്കെ കണ്ട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് പോരല്ലെന്ന് വിചാരിച്ചിട്ട് പാതി വഴിയിൽ വരെ വന്നു. നോക്കുമ്പോഴല്ലോ കണ്ണിങ്ങോട്ട് മഞ്ഞളിച്ചിട്ട് പിന്നെ തുറക്കാൻ പറ്റില്ല. തലയൊക്കെ ഇങ്ങോട്ട് വേദനിച്ചിട്ട് പൊട്ടി പൊളിഞ്ഞു പോലെ അങ്ങനെ തോന്നുന്നത്. പെട്ടെന്ന് ഇങ്ങനെ വല്ല പതിവില്ലാതെ കഴിച്ചാ? എല്ലാം ഒന്നും കഴിച്ചില്ല. രാവിലെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഭയങ്കര തലവേദന. ഇപ്പോഴത്തെ തലവേദന ശ്രദ്ധിക്കണം. നമ്മുടെ മറ്റേ ചാക്കോന്റെ അപ്പൻ ഇങ്ങനെയായിരുന്നു. പെട്ടെന്ന് ഇടക്കിടക്ക് ഒരു തലവേദന വരും. പണിക്ക് പോകാൻ ഇറങ്ങുമ്പോ ഒരു മിന്നലും ഒരു മൂടലും ഒക്കെ വരും. എന്നിട്ടിപ്പോ മാറിയാ? ഇനി മാറിയിട്ട് എന്തായാലും ആള് തീർന്നു പോയില്ലേ. മല്ലിക അങ്ങനെ പേടിക്കണ്ട. അയാൾക്കൊരു 10-78 വയസ്സുണ്ടായി. ഇതേ പതിവില്ലാതെ എന്തെങ്കിലും കഴിച്ചാ കൂടുതലായിട്ട്? അതിനിപ്പോ കാര്യമായിട്ട് കഴിപ്പില്ലല്ലോ. ആണോ? അപ്പൊ കുഴപ്പമില്ല. ഈ സ്ഥിരമായിട്ട് ചെറുത് കഴിക്കണ ആളുകളെ പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്താൽ ഇതുപോലെ തലവേദന വരും. എനിക്കറിയില്ല. വാസുട്ടി, ഇതിന് മരുന്നൊന്നും മേടിക്കണ്ട. ഒരു 80 ml കഴിച്ചാ മതി. ഇപ്പൊ മാറും.
ഇനി വേണ്ട അപ്പൊ അത് നിർത്തിയതാണ്. ഇനി വെറുതെ രണ്ടാമത് തുടങ്ങാനുള്ള പണി അങ്ങനെ നിർത്തണമെന്നാണ് ആ പരസ്യത്തിലെ ഇലക്ഷന് KPSC ഇതൊക്കെ പറഞ്ഞില്ലേ, ഘട്ടം ഘട്ടമായിട്ട് നിർത്തി വരണമെന്ന്. ഒറ്റയടിക്ക് നിർത്തരുത്, നമ്മൾ ചെറുത് അടിച്ച് പിന്നെ തീരാങ്ങളില്ലാതായി പോയിക്കോളും. അത് വേണ്ട, ഇനി കഴിക്കുന്നു വേണ്ടപ്പോ. ഇത്രയും കാലം കഴിച്ചു വെച്ച ആള് ഒരു 30 ml കഴിച്ച് എന്ത് വരാനാണ്? അവൻ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. മദ്യം കഴിച്ചിട്ട് തലവേദന മാറ്റേണ്ട കാര്യമുണ്ടോ? അതാ ഞാൻ പറയുന്നത്. അതെ അതെ, അത് വേണ്ടില്ല. കുഴപ്പമില്ലാന്ന്. അല്ല, അത് വേണ്ട. ഇനിയിപ്പോ അഥവാ ഇപ്പൊ വേണേ കൊടുക്കാൻ തന്നെ ഇവിടെ സാധനം ഇല്ലല്ലോ, അല്ലേ ചേട്ടാ? അല്ല, ഇനിയിപ്പോ നിങ്ങളെ ബാഗിലോ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ച ബാക്കി എങ്ങാനുണ്ടോ? ഞാൻ നിന്റെ തലക്കൊന്നും തരും. ഇത് കണ്ടിട്ടുള്ള ദിവസങ്ങളാണ്. സാധനം വേണമെങ്കിൽ എന്റെ സ്കൂട്ടറിൽ ഇരിപ്പുണ്ട്. അല്ലത് നീ അത് കഴിക്കാണ്ട് മാറിയില്ലെങ്കിൽ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളാം. ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ സാധനം കൊണ്ടുവന്നതല്ല, അത് അതിൽ ഒരാഴ്ചയായിട്ട് ഇരിക്കണ്. ഇപ്പൊ ഒരു ആപത്തും പാടില്ലാതെ വരുമ്പോ നമ്മത് ഉപയോഗിക്കണ്ടേ? നീ ഒരു പണി ചെയ്, ഇത്തിരി തണുത്ത വെള്ളം എടുത്തുണ്ടോ? ആ റസിയാനോട് ചോദിക്കാം, അവിടെ ഫ്രിഡ്ജില്ലേ? കെട്ടിയാന് സൂല്ലാത്തപ്പോ ഒരു കാര്യത്തിന് ഒരു ഉത്സാഹം കാണിക്കുമല്ലേ? ശരി, ഞാൻ എടുത്തോണ്ട് വരാം. സാധനമൊക്കെ എന്റെ അടുത്തുണ്ട്. 10-40 വയസ്സായി ഒരു ചെറുതടിക്കണോന്ന് പറഞ്ഞ് ഈ പണ്ടാരത്തിനെയൊക്കെ പേടിക്കണോന്ന് പറഞ്ഞാൽ ഇതേന സാധനം. അതൊരു കുടുംബത്തോട്ട് വരുമ്പോ ഇതും വയറ്റിൽ വെച്ചോണ്ട് വരാൻ പറ്റുമോ? ഇത് ഞാൻ നമ്പർ അടിച്ചതാണ്. അത് വേറൊരു കുഴപ്പമുണ്ട്, ഒറ്റ ക്ലാസ്സേ ഉള്ളൂ. മതി. അപ്പൊ നിനക്ക് വേണ്ടേ? ഞാൻ അടിച്ചിട്ട് നീ അടിച്ചാ മതി. ഓ അത് ശരി.